നമുക്കേ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ പാർക്കുട്ടിയുടെ കുറേ കൂട്ടുകാർ വരണുണ്ടേ. കുറച്ച് പേര് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിവിടെ ഉണ്ട്. ബാക്കിയുള്ളവർ ഇന്നെത്തും തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ട്രെയിനാണ് കേട്ടോ അവരെത്തണേ. അപ്പോൾ ഞാൻ എന്താ ചിക്കൻ കറിയാണ് വെച്ചുകൊണ്ടിരിക്കണത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടേ വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. പിന്നെ പോർക്ക് വാങ്ങിയിട്ടുണ്ട്, ഇനി അതും റെഡിയാക്കണം. പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ആമിക്കുട്ടിയാണ് ഉള്ളത്. ഹായ് സോളമ്മ. ഞങ്ങൾക്ക് ഇറച്ചി ഇവിടെ ആവശ്യത്തിന് വാങ്ങിയിട്ടുണ്ട്. അത് കാരണം ഇനി കൈയൊക്കെ നോക്കി അരിഞ്ഞാൽ മതി കേട്ടോ. ഇനി ഇറച്ചിയൊന്നും വേണ്ട നമുക്ക്. സോളമൻ്റെ നൂഡിൽസ്, സോളമൻ്റെ നൂഡിൽസ് ഇതെന്നാന്ന് പറഞ്ഞേ? ഇതാണ് ടിഷ്യൂ പേപ്പർ കലക്കിയ. ഞങ്ങളുടെ സോളമനെ ടിഷ്യൂ പേപ്പർ തിന്നണ ഒരു കുട്ടിയാണ്. സോളമനാണ് അരിയണ. അടുത്ത് വെച്ചിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. നമ്മുടെ സോളമനെ ടിഷ്യൂ പേപ്പർ നമ്മളൊന്ന് നോട്ടം തെറ്റിയാൽ അപ്പം അവൾ ടിഷ്യൂ പേപ്പർ തിന്നും. എന്നിട്ട് രാത്രി ആയി കഴിയുമ്പോൾ വയറുവേദന. നമ്മളറിയില്ലേ, ഇവിടെ വാങ്ങണ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ പെട്ടെന്നാണ് തീരണേ. സോളമനാണ് ഇതിൻ്റെ ആള്. ആ സമയം കൊണ്ട് കുറച്ച് വേപ്പിൻ്റെ ഇല പറിക്കാമെന്ന് വെച്ചിട്ട് പോവാണ് കേട്ടോ. പണ്ട് എനിക്കില്ലേ, ഞാനിവിടെ വരണ സമയത്തുണ്ടല്ലോ ഇവിടെ വേപ്പിൻ്റെ ഇല ഇല്ലായിരുന്നേ. എന്നിട്ട് നമ്മൾ ശിവരാജൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ എപ്പോഴും പോയി പൊട്ടിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വേപ്പ് നട്ട് വളർത്തി, അതിന് കുറേ കുഞ്ഞുങ്ങളുണ്ടായി. ഇപ്പം നമ്മുടെ വീട്ടിൽ നിറയെ വേപ്പാണ്. ഇപ്പം എല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്നാണ് വേപ്പെടുക്കണത്. വേപ്പലെടുക്കണത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പണ്ട് ഞാനിങ്ങനെയല്ലായിരുന്നു. അത് കാരണം അയ്യോ ദേ നല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ ഇല. എല്ലാവർക്കൊക്കെ വേണേൽ കമൻറ്റ് ചെയ്യ്, പാഴ്സലൊക്കെ ആയിട്ട് അയച്ചു തരാം. നമുക്കിവിടെ നിറയെ ഞാൻ കാണിച്ചു തരാവേ. അതും വേപ്പാണേ, എല്ലായിടവും വേപ്പാണ് ഇപ്പം. ഇങ്ങനെയൊക്കെയാണ് കഥകൾ. തോണ നമ്മുടെ ഇല്ലേ ആപ്പിൾ ചാമ്പ, ഇത് കണ്ടോ? ആപ്പിൾ ചാമ്പ നിറയെ പൂത്തിട്ടുണ്ട്. നിറയെ പൂവാണ് കേട്ടോ. കാണിച്ചു തരാം. ദേ കണ്ടോ നിറച്ചുണ്ട്. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണാറക്കണ്ണന്മാരും കിളികളും ഭയങ്കര ബഹളമാണ്. ഉണ്ടായി ഇങ്ങനെ വരുമ്പോൾ തന്നെ പഴുക്കാനൊന്നും കാക്കൂല. അവന്മാർ വന്നിട്ട് കഴിച്ചിട്ട് പോവും. പിന്നെ നമ്മുടെ ഇല്ലേ മറ്റേ ചാമ്പയാണ്, സാദാ ചാമ്പയില്ലേ, അത് നിറയെ കായുണ്ടായിട്ടുണ്ട് കേട്ടോ. പുളിയായതുകൊണ്ട് പാർക്കുട്ടി അത് വെച്ചിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണേ. കാണിച്ചു തരാം. കണ്ടോ, നിറച്ചും ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ക്രിസ്മസ് ട്രീ പോലെ. നമുക്കുണ്ടല്ലോ ഈ കുറച്ച് ചോറ് വേസ്റ്റൊക്കെ ഉണ്ടേ, നമുക്ക് കൊണ്ട് മീനിന് ഇട്ട് കൊടുക്കാം. ഞാൻ മീനിന് ചോറ് കൊടുക്കാൻ വന്നപ്പോഴേക്കും അവിടെ 2 വലിയ കരിമീൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് ശ്രീനെ വിളിച്ചുകൊണ്ട് വന്നതാണേ, നമുക്ക് തെറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഞങ്ങൾ കുറേ നോക്കിയതേ, ശ്രദ്ധിച്ച് നോക്കിയാൽ കരിമീൻ അവിടെ നിൽക്കണത് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഞാൻ ശ്രീനെ കൂട്ടിയിട്ട് അടുത്ത് വന്നപ്പോഴേക്കും അതുണ്ടല്ലോ പുഴയുടെ അങ്ങോട്ടേക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തെറ്റിയാലൊന്നും കിട്ടില്ല. അതിൻ്റെ മേത്തിട്ട് കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ, നമുക്കതിനെ കിട്ടത്തില്ല. അതുകൊണ്ടിട്ട് പിന്നെ അതിനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, അതിനിടെ കരിമീൻ നിൽക്കണ കാണാൻ പറ്റുമോയെന്ന്. എനിക്ക് വീഡിയോയിൽ ഇത് എത്രമാത്രം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നോക്കേ. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കായിപ്പോയേ. പാർക്കുട്ടിയുടെ കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി തട്ടയിൽ അടിച്ചു പൊളിക്കുവാണ്. പാട്ടും ഡാൻസും മേളവും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതാ അവർ ഫുഡെല്ലാം ഗ്രില്ല് ചെയ്യുവാണേ. ചിക്കനോ പോർക്കോ തക്കാളി നാരങ്ങയൊക്കെ ആ ഗ്രില്ലിൻ്റെ മേളിൽ ഇങ്ങനെ കുത്തി വെക്കാനുള്ളതെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ കുറേ സവോളയും എല്ലാം കൂടെ അരിഞ്ഞങ്ങ് കൂട്ടിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ചിക്കനെല്ലാം അടിപൊളിയായിട്ട് ഗ്രില്ലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ നമ്മുടെ സോളമൻ വന്നിട്ട് ചിക്കൻ വെന്തോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണതാണ് കേട്ടോ. അവിടെ ഇരുന്നൊരു കമ്പി എടുത്തിട്ട് കുത്തി എല്ലാവർക്കും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്ന ആള്.
ആമിക്ക് എടുത്തിട്ട് കൊടുത്തേ. എല്ലാം കഴിച്ച് കഥയെല്ലാം പറഞ്ഞ് ഞങ്ങൾ പാതിരാത്രിയാണ് കേട്ടോ പിന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ദാ എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ട് സങ്കടത്തോടെ എല്ലാവരും കുത്തിയിരിക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ.